കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത അല്ലേ. നമുക്കറിയാം, ലേഹിയിൽ വെച്ച് ശിംശോൻ എന്ന ദൈവമനുഷ്യനെ പിടിച്ചുകെട്ടി തകർത്തു കളയുവാൻ തക്കവണ്ണം ഫിലിസ്തീൻ വട്ടം കൂട്ടുന്ന സമയത്ത് ദൈവശക്തി അവൻ്റെ മേൽ ഇറങ്ങി വരികയും അവനെ കെട്ടിയിരുന്ന കയർ സ്തോത്രം ചണനൂൽ കരിയും പോലെ കരിഞ്ഞു മാറി അവൻ സ്വതന്ത്രനാകുവാൻ തക്കവണ്ണം ഇടയായി. കഴുതയുടെ പച്ചത്താടിയല്ലുണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് സ്തോത്രം 1000 പേര് ശിംശോൻ എന്ന ദൈവമനുഷ്യൻ കൊന്നുകളഞ്ഞു. എന്നാൽ അതേ സ്ഥലത്ത് വെച്ച് ഈ കൊന്നുകളഞ്ഞതിനെ പ്രതി ഉണ്ടായ ശരീരത്തിലെ ക്ഷീണമോ ബലഹീനതയോ നിമിത്തം അദ്ദേഹം വളരെ ദാഹിച്ച് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ഈ ചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ഒരു തലത്തിലേക്ക് ശിംശോന്റെ ജീവിതം മാറുകയാണ്. എന്നാൽ ദൈവം കൈവിട്ടില്ല കേട്ടോ. ചിലത് തീർന്നു പോയി, തകർന്നു, ഇനി ഒരു ജീവിതമില്ല, ശുശ്രൂഷ അവസാനിച്ചു, വിശ്വാസ ജീവിതം അവസാനിച്ചു, എല്ലാ മേഖലയും തകർന്നു പോയി എന്ന് പിശാചും മനുഷ്യനും നമ്മുടെ ചിന്തകളും ഒക്കെ ഒരുപോലെ വിധി എഴുതി മാറ്റി വയ്ക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ദൈവം ചിലത് തുറക്കുവാൻ തക്കവണ്ണം വരും. ഈ ഒരു ഭാരം ശിംശോന്റെ മേൽ വെളിപ്പെടുകയാണ്. ശിംശോൻ പറയുന്നു, ഒരു മഹാജയം എന്നിലൂടെ കർത്താവ് നൽകി, പക്ഷേ ഈ അഗ്രചർമ്മികളുടെ കയ്യിൽ വീണ് ഞാൻ മരിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് അവൻ തളരുവാൻ തക്കവണ്ണം ഇടവന്നു അല്ലേ. ശ്രദ്ധിച്ച, വളരെ ശക്തിയോടെ നിന്നൊരു ദൈവ മനുഷ്യനല്ലേ. ഫിലിസ്തീന്റെ മുമ്പിൽ സ്തോത്രം പിടിച്ചു കെട്ടി നിർത്തിക്കിട്ട് ദൈവശക്തി അവൻ്റെ മേൽ വെളിപ്പെട്ട് വന്ന് അവനെ സ്തോത്രമല്ലേ അവനെ കെട്ടിയിരുന്ന കയറ് അത് തകർന്നു പോകുന്ന അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഒരു ദൈവശക്തി അവൻ്റെ മേൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ വായിക്കുന്നു അല്ലേ. സ്തോത്രം, നമ്മൾ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലേഹിയിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു, അവനെ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണൽ നൂല് പോലെ എന്നാണ് തിരുവചനം പറയുന്നത്. ആ തരത്തിലൊരു ദൈവപ്രവൃത്തി കണ്ട മനുഷ്യൻ, കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ കൊന്ന മനുഷ്യൻ ഇപ്പോൾ ദാഹം കൊണ്ട് തളർന്നു പോകുന്ന രീതിയിലേക്ക് വന്നു. മരിച്ചു പോകുമെന്നുള്ള ചിന്ത അവനെ ഭാരപ്പെടുത്തി. ആ സമയത്ത് എവിടെയാണോ അവന് ജയം നൽകിയത്, എവിടെയാണോ അവൻ ബലഹീനനായത്, ആ സ്ഥലത്ത് ദൈവം ഒരു കുഴിയെ പിളർക്കുവാൻ തക്കവണ്ണം ലൈവായിട്ടൊരു അത്ഭുതം അവിടെ സംഭവിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ്. നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ ജയവും പരാജയവും അനുഭവിച്ച അതേ സ്ഥലത്ത് ഒരു കുഴി വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പിളർക്കുമാറാക്കുന്ന ദൈവം അവിടെ നിന്ന് പിന്നെയും ഒരു ഉറവയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോവുകയാണ്. സ്തോത്രം, നീ ജയിച്ച സ്ഥലമാണ്, അപ്പോൾ പരാജയപ്പെട്ട സ്ഥലമാണ്. ദാഹിച്ച് തളർന്നുപോയി മരണത്തെ മുന്നിൽ കാണുന്ന ശിംശോന്റെ മുമ്പിൽ ഒരു കുഴിയെ ദൈവം പിളരുമാറാക്കി അതിൽ നിന്ന് ഒഴുകിയ വെള്ളം കുടിച്ച് വീണ്ടും ചൈതന്യം പ്രാപിച്ച് ശത്രുവിന്റെ മുമ്പിൽ പിന്നെയും ജയത്തോടെ നിർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്ത, നീ തളർന്നുപോയെന്നും നശിച്ചുപോയെന്നും ശൂന്യമായി പോയി മരണപ്പെട്ടു പോകും, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു പ്രത്യാശയില്ലെന്ന് ചിന്തിച്ച ഇടത്ത് ഒരു വഴി, ഒരു കുഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം പിളർക്കുവാൻ പോവുകയാണ്. അവിടെ നിന്ന് വെള്ളം കുടിച്ച് വീണ്ടും ഒരു ചൈതന്യത്തിലേക്ക് ജീവൻ പ്രാപിച്ച് പിന്നെയും മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാൻ ദൈവപ്രവർത്തിക്കായി സ്വർഗ്ഗം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടയിൽ മറയ്ക്കണമേ. തകർന്നുപോയെന്ന് പറഞ്ഞ, നശിച്ചുപോയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുഴിയെ വീണ്ടും പിളർന്ന് ശിംശോനെ ജീവിപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.